മോൻ്റെ മണമാ ഇത്. ഇതെൻ്റെ മോൻ്റെ മണമാ. കണ്ടോ ഇത് നോക്ക്, കണ്ടോ? ഇതെല്ലാം ഞാൻ കഴുകി ഉണക്കിയിടും. കണ്ടോ എൻ്റെ മോൻ്റെ മണം. തൊപ്പിയുണ്ടോ? അയ്യോ, ഇതിപ്പോൾ പുതിയ പാൻറ്റാന്നേ, പുതിയത് മേടിച്ചതാ, തയ്പ്പിച്ചതാ ഇതൊക്കെ. അതുകൊണ്ട് ഈ ബെൽറ്റ് കെട്ടത്തില്ലെന്നാ പറഞ്ഞുകൊണ്ട് ഇടിച്ചത്. നീ പട്ടാളത്തിൻ്റെ ബെൽറ്റിന് കെട്ടത്തില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ആ മീഡിയം പ്രദീപ് ശ്യാമ നാവിപ്പാടിനെ ചവിട്ടി എൻ്റെ കുഞ്ഞിനെ പൂട്ടിട്ട്. എൻ്റെ കുഞ്ഞിൻ്റെ നാവിപ്പാടിന് ചവിട്ടി ആ ശ്യാമ. അവളൊരു സ്ത്രീയാന്നോ? ഉണ്ടോ? ഇത് കണ്ടോ? ഇത് ഈ ബെൽറ്റ് കെട്ടത്തില്ലടാ, നീ ഇനി പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടാൻ സമ്മതിക്കത്തില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് തലയ്ക്കൊക്കെ ഇടിച്ചു കളഞ്ഞ് തൊപ്പി വെക്കാൻ സമ്മതിക്കത്തില്ലടാ എന്നും പറഞ്ഞ് തലയ്ക്കൊക്കെ വെച്ച് എന്തൊക്കെയോ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് എൻ്റെ കുഞ്ഞിന്. അതെന്തിനാ അങ്ങനെ കെട്ടിയിട്ട്? ഈ കയ്യിൽ ഹാൻഡ് ക്യാപ്പ് ഇട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ട് ഇവിടെ എല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തേ. അയ്യോ, ഞരമ്പുകൾക്കെല്ലാം നല്ല ക്ഷതയേറ്റ എൻ്റെ കുഞ്ഞ് മരിച്ചത്. ഞാൻ 3 ആശുപത്രി കൊണ്ടുപോയി. അതിൽ കൂടുതലൊരു അമ്മ എന്തോ ചെയ്യാനൊക്കും. 3 ആശുപത്രി കൊണ്ടുപോയിട്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ല. എല്ലാ റെക്കോർഡും ഉണ്ട് ആശുപത്രി കൊണ്ടുപോയി. എൻ്റെ കൈയാണെങ്കിൽ ഒരു വിലങ്ങിട്ട് അരിഞ്ഞ് മുറുക്കി ഇത് പൊട്ടലുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് എഴുതി തന്നിട്ടുണ്ട്. കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് പൊട്ടലുണ്ടായിരുന്നു. ഇങ്ങനെ കൊണ്ട് കിടക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ കുഞ്ഞ് കയ്യും സ്വാധീനം ഇല്ലാതെ ഒരു പട്ടാളക്കാരനോട് ഇത്രയും ചെയ്ത്. അപ്പോൾ ഒരു സാധാരണക്കാരോട് അവർ എപ്പോഴാടായിരിക്കും ചെയ്യുന്നത്? ഒരു MLA ഇതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ. ഒരാശ്വാസമാർക്ക് ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കുണ്ടറയിലാണ്. മകൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞിട്ടും ഈ വീടിനുള്ളിൽ ഒരമ്മ സ്വന്തം മകന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു പട്ടാളക്കാരൻ്റെ ജീവന് വിലയില്ലാതായിരിക്കുകയാണ്. നമ്മൾ കയറി വരുമ്പം തന്നെ കാണാം മകൻ്റെ ഫോട്ടോകളൊക്കെ അടുക്കി വെച്ചിട്ട് ഒരു പായ തറയിൽ വിരിച്ചിട്ടാണ് ഈ അമ്മ അതിലാണ് കിടന്നുറങ്ങുന്നത്. ഇവിടെ തന്നെ കിടക്കുന്നത്, ഇവിടെ ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ എൻ്റെ മോനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കും. മോനെ മോനെ പൊന്നോനെ പൊന്നോനെ, എനിക്ക് ആരുമില്ലേ. എൻ്റെ പൊന്നു ഭാര്യ വീട്ടിലായിരുന്നു താമസം. പീഡനമെന്നും പറഞ്ഞ് കള്ളക്കേസ് കുരിക്കിയതാ എൻ്റെ കുഞ്ഞിന്. സ്ത്രീധന പീഡനത്തിനും ഇങ്ങനെ ചെയ്യുമോ? സ്ത്രീധനം വല്ലതും വാങ്ങിയാണോ കെട്ടിയത്? അല്ല, 1 രൂപ അവൻ അതിൻ്റെ ആവശ്യമില്ല. സ്നേഹിച്ച് കെട്ടിയതല്ലേ? 2 വർഷമായി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്ന് പറയുന്നു. അവക്കുള്ള അവഹിത ബന്ധത്തെ പറ്റി ചോദിച്ചറിഞ്ഞ അവൾക്ക് അങ്ങനെയുള്ള സ്വഭാവമുണ്ട്. അവഹിത ബന്ധം ഈ പെണ്ണിന് അതിനെ പറ്റി കണ്ടും കൊണ്ട് മൊബൈലിൽ കണ്ടും കൊണ്ട് എൻ്റെ മോൻ ചോദിച്ച് വഴക്കായി. 11/10/2024 ഭാര്യ വീട്ടുകാർ സ്ത്രീധന പീഡനമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കയ്യിലും കാലിലും വിലങ്ങിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്. കൊലപ്പുള്ളികളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയിപ്പോൾ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സെല്ലിനിട്ട് കൂട്ടി ശരിക്കും ഉപദ്രവിച്ചു. ഒരുപാട് ഉപദ്രവിച്ചു എൻ്റെ കുഞ്ഞിനെ. കയ്യിലും കാലിലും വിലങ്ങിട്ട്, കയ്യിൽ വിലങ്ങിട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടെന്നാണ് എൻ്റെ മോൻ പറയുന്നത്. എന്നിട്ട് ഈ എന്തോ കട്ടിയുള്ളൊരു സാധനം ടൗലി പൊതിഞ്ഞിട്ട് ഈ കരളിനും ഈ നെഞ്ചത്തും ഇവിടെ ഈ ഏണിനെല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തെൻ്റെ കുഞ്ഞിന്. എന്നിട്ട് ആരോ അമ്മ എടുത്ത് പറഞ്ഞു, എൻ്റെ മോൻ പറഞ്ഞതാ അങ്ങനെ ഉപദ്രവിച്ചു. എന്നിട്ട് തോക്കിൻ്റെ ചെവിട് വെച്ച് ഇടിയം പ്രദീപ് ഇവിടെ 2 ഇടിയേണിന് ആ തോക്കിൻ്റെ ചെവിടിൻ്റെ ആ പാട അതുപോലെ അടപ്പുണ്ട് എൻ്റെ മോൻ്റെ പുറത്ത്, ഇവിടെ ഈ ഭാഗത്ത്. ഇതെന്ത് മോനെ അടയാളം? അത് തോക്കിൻ്റെ ചെവിട് വെച്ച് ഇടിച്ചതാവും മീ. എൻ്റെ കുഞ്ഞിന് പിന്നെ നിക്കറിടാൻ വയ്യ, പാൻറ് ഇടാൻ വയ്യ, ഒന്നും ഇടാൻ വയ്യ. നീ പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തില്ലടാ ഇനി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടിയം പ്രദീപ് എൻ്റെ കുഞ്ഞിൻ്റെ ഏണിനും നെഞ്ചത്തും കരളിലും എല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തു. എന്നിട്ട് തോക്കിൻ്റെ തുമ്പത്ത് ആണി പോലുള്ള ഒരെണ്ണുണ്ട്, അത് വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കാലിൻ്റെ ഞരമ്പിന് എല്ലിന് കുത്തിക്കളഞ്ഞ് അവിടെ കൊണ്ട് പൈപ്പ് കയറി എൻ്റെ കുഞ്ഞിന് കാല് തറയെ തൊടാൻ വയ്യ. മെഡിക്കൽ എടുത്ത റിപ്പോർട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തലയുടെ പുറവശത്ത് മുറിവും കയ്യിൽ മുറിവും ഇവിടെ ഇടിയും ഉണ്ട്. എന്നിട്ട് ഈ പാടുകൾ എല്ലാം ഇതെവിടുന്ന് സംഭവിച്ചു? ആര് ചെയ്ത്? ഉദ്യോഗസ്ഥർ കണ്ടെത്തണം. ഇത് എത്ര ദിവസം ലോക്കപ്പിൽ കിടന്നു? 11-ാം തീയതി വെളുക്കെങ്ങാണ്ട് ജയിലിൽ കൊണ്ടുപോയി. ഈ 11-ാം തീയതി 11
10/2024 എൻ്റെ മോൻ അവർക്കെതിരായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. ആർക്കെതിരായിട്ട്? ഈ ഭാര്യ വീട്ടുകാർക്കെതിരായിട്ട് സെല്ലി കിടന്നുകൊണ്ട്. അത് അവർ കേസെടുത്തിട്ടില്ല ഈ പോലീസുകാർ. എൻ്റെ മോന് നീതി കിട്ടണം. അവൻ ഒരു കൊലപ്പുള്ളിയല്ല, പീഡന കേസിൽ പ്രതിയല്ല, ആരെയും വെട്ടിയില്ല, കുത്തിയില്ല. എന്തിനെൻ്റെ മോനെ ഇങ്ങനെ ഉപദ്രവിച്ച് കൊന്ന്? എന്നിട്ട് ഈ മെഡിസിറ്റി കൊണ്ടുപോയി, ഞാൻ LMS കൊണ്ടുപോയി. മെഡിസിറ്റി ഇവിടെ പോലീസുകാർ മർദ്ദിച്ചത് നിന്ന് നട്ടലിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു മുഴ വന്ന് പഴുത്ത്. അതിവേദന. ഒരു സൈനികൻ എന്നുള്ള പരിഗണന കൊടുത്തില്ലേ പോലീസുകാർ? ഇല്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ഒരു സൈനികനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നിയമം, എനിക്ക് നീതി കിട്ടണം. 4 മണിക്ക് എഴുന്നേക്കും ഞാൻ. എഴുന്നേറ്റ് ഫോട്ടോ എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ ഇരിപ്പ. വെളുപ്പിലെ 4 മണിക്കൊക്കെ കുഞ്ഞിന് ചായ കൊടുക്കും ഞാൻ. ആ സമയമാകുമ്പോൾ ഞാൻ എഴുന്നേക്കും. ഇന്നും എനിക്ക് ആരും ഒരു സമാധാനം പറയാനില്ല. എന്നിട്ട് ഇങ്ങനെ നടക്കുക. ആ മുറിയിലായിരുന്നു മോൻ കിടക്കുന്നത്. മരിച്ചിട്ട് ഇന്ന് എത്ര ദിവസമായി? ഡിസംബർ 27 മരിച്ചു. 2 മാസം ആവുന്നു. 2 മാസം ആവാൻ പോകുന്നു. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ MLA ഇതുവരെ ഈ വീട്ടിലൊന്നും വന്നിട്ടില്ല. 22 വയസ്സേ ഉള്ളൂ. എൻ്റെ മോനെ ആരൊക്കെയാടാ വരുന്നത് നിന്നെ കാണാന്? പൊന്നോൻ്റെ ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ഞാൻ ഇനി എന്തോ ചെയ്യണോ? ഞാൻ ഡെയിലി കഴുകിയിടും. ഞാൻ കഴുകിയിടും. ഞാൻ ഇത് കഴുകിയിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. മോൻ്റെ പപ്പ, ഈ പപ്പ മരിച്ചപ്പോൾ ആ ജോലിയാണ് എൻ്റെ മോന് കിട്ടിയത്. എൻ്റെ മോന് പപ്പ പോലും ഇല്ലാത്ത ഒരു മോനാണ്.